ഹലോ. അപ്പോൾ ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് നല്ല അടിപൊളി ഒരു പ്ലം കേക്കിൻ്റെ റെസിപ്പി ആയിട്ടാണ്. വളരെ കുറഞ്ഞ ഇൻഗ്രീഡിയൻസ് വെച്ച് വീട്ടിൽ തന്നെ നമുക്ക് ഷോപ്പിൽ നിന്ന് കിട്ടുന്ന അതേ പ്ലം കേക്ക് ചെയ്തെടുക്കാൻ സാധിക്കും. അപ്പോൾ ഇത് ഞാൻ ആൽക്കഹോളൊന്നും യൂസ് ചെയ്യാതെയാണ് ചെയ്തെടുത്തിരിക്കുന്നത്. അതേപോലെ തന്നെ പെട്ടെന്ന് നമുക്ക് ചെയ്തെടുക്കാൻ പറ്റുന്ന ഒരു റെസിപ്പിയാണ്. അപ്പോൾ ഇതിനായിട്ട് നമുക്ക് ആദ്യം വേണ്ടത് കുറച്ച് ഡ്രൈ ഫ്രൂട്ട്സ് ആണ്. അപ്പോൾ അതിന് വേണ്ടി ഞാൻ ഇതുപോലെ ഡ്രൈ ഫ്രൂട്ട്സിൻ്റെ മിക്സ് നമുക്കിവിടെ പാക്കറ്റ്സിൽ അവൈലബിൾ ആണ്. അപ്പോൾ അതൊരു 2-3 പാക്കറ്റ്സ് എടുത്തിട്ടുണ്ട്. കൂടാതെ തന്നെ കുറച്ച് ഡേറ്റ്സും എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതിൻ്റെ എല്ലാം ക്വാണ്ടിറ്റി നമ്മളുടെ ഇഷ്ടാനുസരണം എടുക്കാവുന്നതാണ്. ഇഷ്ടമുള്ള ഡ്രൈ ഫ്രൂട്ട്സ് നമുക്കിതിൽ ആഡ് ചെയ്യാം. അടുത്തതായിട്ട് നമുക്ക് വേണ്ടത് കുറച്ച് സ്പൈസസ് ആണ്. അപ്പോൾ അതിനായിട്ട് ഒരു 3-4 ഗ്രാമ്പൂ, ഒരു 2-3 കഷ്ണം പട്ട, ഇതെല്ലാം കൂടെ നന്നായിട്ട് പൊടിച്ചെടുക്കണം. അപ്പോൾ ഇതൊരു ചെറിയ ക്വാണ്ടിറ്റി ആയതുകൊണ്ട് 2 ടേബിൾ സ്പൂൺ പഞ്ചസാര ചേർത്ത് നന്നായിട്ട് ഇതുപോലെ പൊടിച്ചെടുത്ത് വെച്ചിട്ടുണ്ട്. അതിനുശേഷം നമുക്ക് വേണ്ടത് ഒരു ഓറഞ്ചാണ്. ഇതുപോലൊരു വലിയ ഓറഞ്ച്, ഇതിൻ്റെ കുരുവൊന്നും പെടാതെ ഒട്ടും തന്നെ വെള്ളം ചേർക്കാതെ ഒരു 1/2 കപ്പോളം ഇതിൻ്റെ ജ്യൂസ് മാത്രമായിട്ട് ഇതുപോലെ എടുത്ത് വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് വേണ്ടത് ഡ്രൈ ഇൻഗ്രീഡിയൻസ് ആണ്. അപ്പോൾ അതിനായിട്ട് ഒരു 1.25 കപ്പ് മൈദ അരിപ്പയിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് വേണ്ടത് ഒരു ടീസ്പൂൺ ബേക്കിംഗ് പൗഡർ, ഒരു 1/4 ടീസ്പൂൺ ബേക്കിംഗ് സോഡ, ഒരു നുള്ളുപ്പ് ഇതുകൂടി ആഡ് ചെയ്യുക. അതിനുശേഷം ഇതൊരു 2 പ്രാവശ്യമെങ്കിലും അരിച്ചെടുക്കണം. നന്നായിട്ട് അരിച്ചെടുക്കുക. അങ്ങനെ ചെയ്യുമ്പോൾ ഇതെല്ലാം കൂടെ നന്നായിട്ട് മിക്സ് ആവും. ഇനി നമുക്ക് പഞ്ചസാര കാരമലൈസ് ചെയ്തെടുക്കണം. അപ്പോൾ അതിനായിട്ട് ഒരു 3/4 കപ്പ് പഞ്ചസാര ഞാൻ ഈ പാനിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതിങ്ങനെ സ്പ്രെഡ് ചെയ്തിട്ട് കൊടുക്കാം. ഇത് നല്ല ലോ ഫ്ലെയിമിൽ മെൽറ്റ് ചെയ്യിപ്പിച്ചെടുക്കണം. ഇത് കരിഞ്ഞു പോവാതെ പ്രത്യേകം ശ്രദ്ധിക്കണം. ഈ ഒരു കളർ ആവുന്നത് വരെ വെയിറ്റ് ചെയ്യുക. അതിനുശേഷം ഇതിലേക്ക് നമുക്ക് ഒരു 1/2 കപ്പ് വെള്ളം ആഡ് ചെയ്ത് കൊടുക്കാം. വെള്ളം ആഡ് ചെയ്യുന്ന സമയത്ത് ഇത് സ്റ്റിക്കി ആയിട്ട് നമുക്ക് തോന്നും. ബട്ട് അത് കുഴപ്പമില്ല. കുറച്ച് കഴിയുമ്പോഴേക്കും അത് മെൽറ്റായി കിട്ടും. ഇങ്ങനെ എടുത്ത കാരമൽ ഞാനൊരു കപ്പിലേക്ക് മാറ്റി വെച്ചിട്ടുണ്ട്. അപ്പോൾ കുറച്ച് കാരമൽ ഞാൻ ഈ പാനിൽ തന്നെ വെച്ചിട്ടുണ്ട്. അപ്പോൾ അതിലേക്ക് നമ്മൾ എടുത്ത് വെച്ചിരിക്കുന്ന ഡ്രൈ ഫ്രൂട്ട്സ് എല്ലാം ആഡ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ അടുത്തതായിട്ട് നമ്മൾ എടുത്ത് വെച്ചിരിക്കുന്ന ഓറഞ്ച് ജ്യൂസ് ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. അതിനുശേഷം അതിലേക്ക് ഒരു ടീസ്പൂൺ ഓറഞ്ചിൻ്റെ തൊലി ആഡ് ചെയ്ത് കൊടുക്കാം. ഈ തൊലി എടുക്കുന്ന സമയത്ത് വൈറ്റ് പാർട്ട് ഒട്ടും തന്നെ ഇല്ലാതെ വേണം എടുക്കാൻ. ഇല്ലാന്നുണ്ടെങ്കിൽ നല്ല കയ്പ്പ് നമുക്ക് ഫീൽ ചെയ്യും. അപ്പോൾ ഇതെല്ലാം കൂടെ നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഈ ഒരു ഓറഞ്ച് ജ്യൂസിൽ ഈ എല്ലാ ഡ്രൈ ഫ്രൂട്ട്സും നട്ട്സും സോക്കായി വരണം. ഈ സമയം നല്ലൊരു സ്മെല്ലാണ് നമുക്ക് കിട്ടുന്നത്. ഇതുപോലെ നന്നായിട്ട് മിക്സ് ചെയ്ത് വറ്റിച്ചെടുക്കുക. ഇത് കരിയാതെ സമയമെടുത്ത് വേണം ഇങ്ങനെ ചെയ്തെടുക്കാൻ. അപ്പോൾ ഞാനിതൊരു ബൗളിലേക്ക് മാറ്റിയിട്ടുണ്ട്. അപ്പോൾ ഇത് നന്നായി തണുത്തതിന് ശേഷം ഇതിലേക്ക് ഒരു 2 ടേബിൾ സ്പൂൺ മൈദപ്പൊടി ആഡ് ചെയ്ത് കൊടുക്കാം. എന്നിട്ടിത് നന്നായിട്ട് മിക്സ് ചെയ്യുക. കേക്ക് ബേക്കായി വരുന്ന സമയത്ത് ഈ എല്ലാ ഡ്രൈ ഫ്രൂട്ട്സും എല്ലാ ഭാഗത്തും എത്താൻ വേണ്ടിയിട്ടാണ് നമ്മളിങ്ങനെ ചെയ്യുന്നത്. ഇല്ലാന്നുണ്ടെങ്കിൽ ഇത് മൊത്തം കേക്ക് ബേക്കായി വരുന്ന സമയത്ത് താഴെ സെറ്റിലാവും. അപ്പോൾ അതെടുത്ത് വയ്ക്കാം. അപ്പോൾ ഇനി വേണ്ടത് ഒരു 50 ഗ്രാം ബട്ടറാണ്. അപ്പോൾ ഞാൻ ഇതുപോലുള്ള ഒരു പാക്കിൻ്റെ പകുതിയാണ് യൂസ് ചെയ്തേക്കുന്നത്. അപ്പോൾ ഇത് അൺസോൾട്ടഡ് ബട്ടറാണ്. ഞാൻ ഇതിൻ്റെ പകുതി ഒരു ക്ലീൻ ആയിട്ടുള്ള ഒരു ബൗളിലേക്ക് ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇത് നന്നായി ബീറ്റ് ചെയ്തെടുക്കാം. ഈ ബട്ടറിലേക്ക് ഒരു 3/4 കപ്പ് പഞ്ചസാര പൊടിച്ചത് ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇതിലേക്ക് തന്നെ ഞാൻ ആദ്യം എടുത്തു വെച്ച സ്പൈസസിൻ്റെ മിക്സ് കൂടെ ആഡ് ചെയ്തിട്ടുണ്ട്. ഈ സ്പൈസസ് സെപ്പറേറ്റ് പൊടിക്കുന്നതിന് പകരം പഞ്ചസാര പൊടിക്കുമ്പോൾ അതിൽ ചേർത്ത് പൊടിച്ചെടുത്താലും മതിയാകും. ഇനി ഇതിലേക്ക് ഒരു ടീസ്പൂൺ വാനില എസൻസ് ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അതിനുശേഷം 3 മുട്ട, ഇത് റൂം ടെമ്പറേച്ചറിലുള്ള മുട്ടയാണ്. അപ്പോൾ അത് 3 എണ്ണം ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതെല്ലാം കൂടെ നന്നായിട്ട് മിക്സ് ആവണം.
ഇത് സാധാരണ കേക്ക് ചെയ്യുന്നത് പോലെ ഒരുപാട് ഫ്ലഫി ആയിട്ട് വരണം എന്നൊന്നുമില്ല. എല്ലാം കൂടെ നല്ല രീതിക്ക് മിക്സായി കിട്ടണം. ഇതൊരു മിക്സിയുടെ ജാറിൽ നമുക്ക് ചെയ്തെടുക്കാം. ഇനി ഇതിലേക്ക് നമ്മൾ എടുത്തു വച്ചിരിക്കുന്ന കാരമൽ സോസ് ആഡ് ചെയ്യുക. എന്നിട്ടിത് നന്നായിട്ട് മിക്സ് ചെയ്യാം. ഇപ്പോൾ നിങ്ങൾ ബീറ്റർ ഇല്ലാതെയാണ് ഇത് ചെയ്യുന്നതെങ്കിൽ എല്ലാ വെറ്റ് ഇൻഗ്രീഡിയൻസും ഒരു മിക്സിയുടെ ജാറിൽ ഇട്ട് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം. അതിനുശേഷം ഒരു ബൗളിലേക്ക് മാറ്റി കൊടുക്കണം. ആ ഒരു സ്റ്റേജ് വരെ നമ്മൾ മിക്സി ഉപയോഗിച്ചാൽ മതി. അതിനുശേഷം അതിലേക്ക് ഒരു 1/4 കപ്പ് ഓയിൽ ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. എന്നിട്ടിത് മിക്സ് ചെയ്തതിന് ശേഷം നമ്മൾ എടുത്തു വച്ചിരിക്കുന്ന ഡ്രൈ ഇൻഗ്രീഡിയൻസ് ബാച്ചായിട്ടിട്ട് മിക്സ് ചെയ്യണം. അപ്പോൾ നമ്മളിത് മിക്സ് ചെയ്യുമ്പം ഞാനിത് ബീറ്റർ ഉപയോഗിച്ച് തന്നെയാണ് മിക്സ് ചെയ്തേക്കുന്നത്, ലോ സ്പീഡിലിട്ട്. നിങ്ങൾക്ക് വേണമെങ്കിൽ സ്പാച്ചിൽ വെച്ച് പതുക്കെ മിക്സ് ചെയ്ത് കൊടുക്കാം. എല്ലാം കൂടെ നന്നായിട്ട് മിക്സായി വരണം, അത്രേ ഉള്ളൂ. ഇത് ഓവർ ബീറ്റ് ആവണ്ട. ഇനി ഇതെല്ലാം കൂടെ ഇളക്കി യോജിപ്പിച്ചെടുക്കണം. അതിനുശേഷം നമ്മൾ എടുത്തു വച്ചിരിക്കുന്ന ഡ്രൈ ഫ്രൂട്ട്സ് മിക്സ് ഇതിലേക്ക് ആഡ് ചെയ്യാം. ഇത് കുറച്ച് സ്റ്റിക്കി ആയിട്ട് നമുക്ക് തോന്നുന്നത് കുഴപ്പമില്ല. ഇത് മിക്സായി കഴിയുമ്പം എല്ലാം നന്നായി സെറ്റായി വരും. അപ്പോൾ ഇത് മുഴുവനായിട്ടും ഇതിലേക്ക് ആഡ് ചെയ്ത് ഈ ഒരു കൺസിസ്റ്റൻസിയിൽ വേണം നമുക്കിത് കിട്ടാനായിട്ട്. ഒരുപാട് ലൂസായി പോകരുത് ഈ ബാറ്റർ. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നമ്മൾ ഉദ്ദേശിച്ച ഒരു ടെക്സ്ചറിൽ നമുക്ക് കിട്ടില്ല. ഈ പ്ലം കേക്കിൻ്റെ മിക്സ് ഇതുപോലെ കുറച്ച് കട്ടിയായി ഇരിക്കുന്നതാണ് നല്ലത്. അപ്പോൾ ഇത് കണ്ടില്ലേ, ഈ ഒരു കൺസിസ്റ്റൻസിയിൽ വേണം ഈ ബാറ്റർ ഇരിക്കാൻ വേണ്ടിയിട്ട്. അപ്പം ഞാനിതൊരു 7 ഇഞ്ചിൻ്റെ കേക്ക് മോൾഡിലേക്ക് ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. എന്നിട്ടിത് നന്നായിട്ട് ടാപ്പ് ചെയ്തെടുക്കുക. അതിനുശേഷം അതിൻ്റെ ടോപ്പൊക്കെ ഒന്ന് ലെവൽ ചെയ്യാം. ഇനി ഇതിൻ്റെ മുകളിലേക്ക് ആവശ്യമുണ്ടെങ്കിൽ കുറച്ച് നട്ട്സും റൈസിൻസും ഒക്കെ വെച്ച് ഡെക്കറേറ്റ് ചെയ്യാം. ഇനി ബാറ്റർ ഒരു 10 മിനിറ്റ് പ്രീ ഹീറ്റ് ചെയ്ത ഓവനിലേക്ക് വെച്ച് കൊടുത്തിട്ട് ഒരു 170 ഡിഗ്രി ടെമ്പറേച്ചറിൽ ടോപ്പ് ആൻഡ് ബോട്ടം കോയിൽ ചൂടാവുന്ന രീതിയിൽ വെച്ച് കൊടുത്തിട്ട് ഒരു 50 മിനിറ്റ് ബേക്ക് ചെയ്തെടുത്തിട്ടുണ്ട്. ഒരു 50 മിനിറ്റിന് ശേഷം ഇതുപോലെ നല്ല അടിപൊളി ഒരു പ്ലം കേക്ക് നമുക്ക് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഈ കേക്കിൻ്റെ ബേക്കിംഗ് ടൈം ചിലപ്പോൾ കുറച്ച് വേരി ചെയ്യാൻ ചാൻസ് ഉണ്ട്. ഓരോ ഓവൻ അനുസരിച്ചും ചിലപ്പോൾ ഇത് മാറ്റം വരാം. അപ്പോൾ നിങ്ങളൊരു 40-45 മിനിറ്റ് ആകുമ്പോഴേക്കും ഒന്ന് ചെക്ക് ചെയ്ത് നോക്കുന്നത് നല്ലതാണ്. അപ്പോൾ ഈ ഒരു റെസിപ്പി ഫോളോ ചെയ്ത് ഇതുപോലെ നമുക്ക് അടിപൊളി പ്ലം കേക്ക് ചെയ്തെടുക്കാൻ പറ്റും. വളരെ കുറഞ്ഞ ഇൻഗ്രീഡിയൻസും അതേപോലെ തന്നെ ഒരുപാട് ടൈമും നമുക്കിതിന് ആവശ്യമില്ല. പെട്ടെന്ന് തന്നെ നമുക്ക് ചെയ്തെടുക്കാൻ പറ്റും. അപ്പോൾ നമ്മളിപ്പോൾ ഇവിടെ സ്വീഡനിലാണുള്ളത്. അപ്പോൾ നമുക്ക് ഇവിടെ ഷോപ്പുകളിൽ അന്വേഷിച്ചപ്പം നാട്ടിൽ കിട്ടുന്ന അതേപോലുള്ള പ്ലം കേക്ക് കിട്ടാനുണ്ടായിരുന്നില്ല. അപ്പോൾ അങ്ങനെ കയ്യിൽ കിട്ടിയ കുറച്ച് ഇൻഗ്രീഡിയൻസ് വെച്ച് ചെയ്ത് നോക്കിയപ്പം നാട്ടിൽ കിട്ടുന്ന അതേ ടേസ്റ്റിലുള്ള പ്ലം കേക്ക് നമുക്ക് ചെയ്തെടുക്കാൻ പറ്റി. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ ഈ റെസിപ്പി നിങ്ങളായിട്ട് ഷെയർ ചെയ്യുന്നത്. അപ്പോൾ നിങ്ങൾ ഇതുപോലൊരു പ്ലം കേക്ക് ട്രൈ ചെയ്ത് നോക്കുക. ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും അറിയിക്കുക. അപ്പോൾ ഇത്രയേ ഉള്ളൂ. താങ്ക്സ് ഫോർ വാച്ചിങ്.